ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ മറ്റുള്ളവരുടെ സ്വാധീനം. അതെന്താണ് മറ്റുള്ളവരുടെ സ്വാധീനം? അതായത് നമ്മുടെ റിലേഷനിൽപ്പെട്ട ആൾക്കാർ കാരണം ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫുകൾക്ക് ഒരുപാട് ഇഷ്യൂസ് വരുന്ന ഒരു സാഹചര്യം. അതെന്താണെന്ന് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യത്തിന് ഈ ബന്ധുക്കൾ കൂടെ നിന്ന് അതിനെ ഊതിപ്പെരുപ്പിച്ച് അതിനെ ഒരു സംസാര വിഷയമാക്കി അത് ഈ ന്യൂ കപ്പിൾസിൻ്റെ അടുത്ത് കൊടുത്ത് അതിലവർ ചർച്ചകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാക്കുവാദങ്ങളും നടത്തി അവരുടെ നല്ല സമയങ്ങൾ വേസ്റ്റ് ആകുന്നു. അതായത് കണ്ടുവരുന്നത് ന്യൂ കപ്പിൾസിലാണ് കൂടുതൽ വരുന്നത്. എന്നാലും അത് കൂടുതൽ സമയം അത് എക്സിസ്റ്റ് ചെയ്ത് അങ്ങനെ 4, 5, 10 വർഷമൊക്കെ പോകുന്നവരുണ്ട്. ഫോർ എക്സാമ്പിൾ, അദ്ദേഹം അങ്ങനെ പറഞ്ഞു, ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അമ്മ ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, മാമൻ ഇങ്ങനെ പറഞ്ഞു, മാമി ഇങ്ങനെ പറഞ്ഞു, നാട്ടുകാരിങ്ങനെ പറഞ്ഞു, അത് ഇതെന്നെല്ലാം പറഞ്ഞിട്ട് അവരെല്ലാം പറഞ്ഞിട്ട് അങ്ങ് പൊക്കോളും. പക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലോ അല്ലെങ്കിൽ നിങ്ങൾ ലവേഴ്സ് ആയിട്ടിരിക്കുമ്പോഴോ നിങ്ങൾ കാരണം വരാത്ത പ്രശ്നങ്ങൾ അതൊക്കെ നിങ്ങളൊക്കെ നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിനു മുമ്പെയോ വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ കൊണ്ട് വിടുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷെ ഇവിടെ പറ്റുന്നില്ല. കാരണം എന്താണ്? ചില കൾച്ചറൽ ഫാക്ടേഴ്സ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇവർ തന്നെ കുത്തി നിറച്ചിട്ട് അത് ശരിയായില്ല, ഇത് ശരിയായില്ല. ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഇടയ്ക്ക് ഒരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു. അവിടെ പോയപ്പോഴത്തേക്കും അവിടെ എന്താ പറയുക, ചില സെർവിങ് ഓഫ് ഫുഡിൽ കുറച്ചൊരു ലാഗ്നെസ് ഒക്കെ ഉണ്ടായി. ഇത് ഒരു വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റി ഒരു കൂട്ടം ആൾക്കാർ അതിനെ വലിയ ഫോക്കസിങ് ചെയ്തിട്ട് അതിനെ ഇതെല്ലാം രണ്ടാമത് ഒരു ചർച്ചാ വിഷയമാക്കി. അത് കാരണം ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ചെറിയ ഒരു കോൺഫ്ലിക്റ്റുകളൊക്കെ വരാനുള്ള ഒരു സാധ്യത അവിടെ കണ്ടുവന്നു. ഓക്കെ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഇത്രയേ ഉള്ളൂ. പറയുന്നവർ പല കാര്യങ്ങളും പറയും. യു മേക്ക് എൻ എമോഷണൽ ബൗണ്ടറി, അത്രയേ ഉള്ളൂ. നിങ്ങൾ കാരണമല്ലാത്ത മറ്റു ഉപഗ്രഹങ്ങൾ കാരണം വരുന്ന പ്രശ്നങ്ങളെ അവർ തരുന്ന മെസ്സേജുകളെ വലുതാക്കി ഊതിപ്പെരിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഒരിക്കലും നമ്മുടെ സമാധാനം തന്നെ അവിടെ മോശമാവുള്ളൂ. ഈ പറയുന്ന വ്യക്തി ഇങ്ങനെ വിചാരിക്കുന്നുണ്ടോ? എന്തായാലും ഓക്കെ, അവർ നല്ലതായിട്ട് ജീവിക്കട്ടെ. അവരുടെ സ്വകാര്യ ജീവിതത്തിൽ നമുക്ക് പങ്കുകളൊന്നുമില്ല എന്ന് അല്ലേ വിചാരിക്കാനുള്ളത്? ഒരിക്കലും അങ്ങനെ കുറച്ച് ആൾക്കാർ വിചാരിക്കാറില്ല. ഓക്കെ, നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. താങ്ക് യു വെരി മച്ച്.